ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിനെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു സന്തോഷത്തിനോടൊപ്പം തന്നെ ഭീമമായ ആശുപത്രി ചിലവുകളും ഉണ്ടാവും. ഒരു നോർമൽ പ്രസവത്തിന് പോലും ചുരുങ്ങിയത് 50,000 രൂപയൊക്കെ ചിലവ് വരും. ഇനി സിസേറിയൻ ആണെങ്കിലോ അത് 1 ലക്ഷമൊക്കെ കടക്കും. ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലേ, അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റിന് 2-3 മാസം മുന്നേയൊക്കെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ NICUയിലൊക്കെ കിടത്തേണ്ടി വരും. 6-8 ആഴ്ചയൊക്കെ NICUയിൽ കിടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ 15 മുതൽ 20 ലക്ഷം രൂപ വരെയൊക്കെ ചിലവ് വരും. ഒരു സാധാരണക്കാരന് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കയ്യിലുള്ളതൊക്കെ പണയം വെച്ചും നുള്ളിപ്പെറുക്കിയും ഒക്കെ നമുക്ക് ആ ഒരു പണം അടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രസവത്തോടു കൂടി തന്നെ നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഇല്ലാത്ത പോലെയുള്ള പരിമിതികൾ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ചിലപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ആശ്രയിക്കേണ്ടിയും വന്നേക്കാം. അപ്പോൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്നും ചിലവാകും. അതേസമയം ഒരു മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വിവിധ കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചതൊന്ന് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഇത്തരത്തിൽ പ്രസവത്തിന് കവറേജ് നൽകാറില്ല. ഇനി കവറേജ് നൽകിയാലോ 1 അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ്. എന്നാൽ ഇപ്പോൾ ചില ഇൻഷുറൻസ് കമ്പനികൾ വെറും 3 മാസം വെയിറ്റിംഗ് പീരീഡ് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രസവത്തിന് കവറേജ് നൽകുന്നുണ്ട്. അതായത് 6 മാസം ഗർഭിണിയായ ഒരു യുവതിക്ക് വരെ ഇത്തരത്തിൽ കവറേജ് ലഭിക്കും. അതായത് പ്രഗ്നൻ്റ് ആയതിനു ശേഷവും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കവറേജ് കിട്ടും. ഇത് പലർക്കും അറിയില്ല. എങ്കിലും നമ്മൾ നേരത്തെ എടുത്തു വെക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ഇത്തരത്തിൽ കവറേജ് ലഭിക്കും. നിങ്ങൾക്ക് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം എന്നിങ്ങനെ ഇഷ്ടമുള്ള സമ്മർ ഷെഡ്യൂളോടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫിക്സഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് 50,000 രൂപ അത് നോർമൽ ഡെലിവറിക്കായാലും സിസേറിയനായാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രസവത്തിന് മാത്രമല്ല കേട്ടോ, മറ്റ് അസുഖങ്ങൾക്ക് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ടോട് കൂടി എടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസുകൾ അതിൻ്റെ ഫീച്ചറുകളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചതൊന്നും തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ആ ഒരു ലിങ്കിലൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ട് ആവശ്യമെങ്കിൽ അത് 30 മിനിറ്റിനുള്ളിൽ ലഭിക്കും. അത് മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറും നിങ്ങൾക്കായിട്ടുണ്ടാവും. പ്രസവ സമയത്ത് ആശുപത്രി ചിലവുകൾ, റൂം ചാർജ്, ഡോക്ടറുടെ ഫീസ്, മരുന്നുകൾ, അനുബന്ധ ചെലവുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മെറ്റേണിറ്റി ഇൻഷുറൻസ് പ്ലാനുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞവരും പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്നവരും ഓൾറെഡി പ്രഗ്നൻ്റ് ആയവരൊക്കെ തന്നെ ഇത്തരത്തിലൊരു മെറ്റേണിറ്റി കവറേജ് എടുത്തിരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത്തരത്തിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേയും അഡ്മിറ്റ് ആയതിനു ശേഷവുമുള്ള ഡോക്ടറെ കാണുന്നതും അതുപോലെ മറ്റു ഫാർമസി ചിലവുകളും ഒക്കെ ഉൾപ്പെടുന്ന നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫീച്ചറുകൾ അനുസരിച്ചിട്ട് നമുക്ക് പ്രീമിയം വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രായം അനുസരിച്ചിട്ടും പ്രീമിയം വർദ്ധിക്കും. ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു AC റൂം നമുക്ക് മാത്രമായിട്ട് കിട്ടുന്ന പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ ഷെയർഡ് ആയിട്ടുള്ള AC റൂം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നോൺ AC റൂം കിട്ടുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടൊക്കെ പ്രീമിയം വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ കൺസ്യൂമബിൾസ് കവർ, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ബെനിഫിറ്റ്, ഇങ്ങനെ തുടങ്ങിയ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആഡ് ഓൺസ്, ഇതൊക്കെ വളരെ ചെറിയൊരു തുകയ്ക്ക് നമ്മുടെ പോളിസിയോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മെറ്റേണിറ്റി കവറേജ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇതൊരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ ഉപകാരപ്രദവുമാണ്. അപ്പോൾ നമുക്ക് ഫാമിലിക്ക് മൊത്തമായിട്ടൊക്കെയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം മറ്റുള്ളവർക്ക് വന്നാൽ അവർക്കും അത് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പെൺകുട്ടികളുള്ളവരൊക്കെ ഇത് നേരത്തെ എടുത്തു വെക്കുന്നതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കും. പിന്നെ ന്യൂ ബോൺ ബേബീസിന് കൂടി കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകൾ എടുക്കുക. അപ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വല്ല കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായാൽ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗപ്രദമാകുള്ളൂ. അപ്പോൾ ഇതുപോലെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എത്ര പ്രീമിയം വരുമെന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ഒക്കെ മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾക്ക് പറ്റിയ, അതായത് നിരവധി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ആ ഫീച്ചേഴ്സൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മികച്ചൊരു ഇൻഷുറൻസ് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിലൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം തീർച്ചയായിട്ടും അവർക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്.